അല്ല ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. വഴി തന്നെ കാണുമ്പോൾ എന്താ, വഴി തന്നെ നിന്നാൽ മതി. ഒരു ഇവിടെ പിന്നെ പോകുന്നതനുസരിച്ച് ഏതൊരു കാട്ടിൻ്റെ ഉള്ളിൽ, ഭീകരമായിട്ടുള്ള കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പുറത്തപ്പുറത്തെ സൈഡിൽ വെറൈറ്റി എന്തൊക്കെയോ മരങ്ങളും ചെടികളും അതൊക്കെ അടിപൊളി. എനിക്ക് ഈ വഴിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഭ്രമിച്ച് പോയി എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. എന്താ ഭയങ്കര ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നൊരു ഡാർക്ക്നെസ് കൂടി കൂടി വരും. പിന്നെ പിന്നെ ഏകദേശം എത്താനായ സമയത്താണ് ഇങ്ങനെ വലിയ വ്യൂ കാണാം. പിന്നെ വലിയ മലേൻ്റെ വ്യൂ കാണാം. ഇത് സൈഡിലാണ് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇങ്ങനെ പിന്നെ സൈഡിൽ തന്നെ കുറേ വ്യൂസ് ഉണ്ട്. പിന്നെ ഉള്ളിലെത്തി നമ്മൾ കക്കയത്താണ് പോകുന്നത്. കക്കയത്ത് ഉള്ളിലെത്തി അവിടെ ഡാം ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് പിന്നെ കക്കയത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ അതും പിന്നെ വഴിയാണെങ്കിലും വഴി കൂടെ കുറേ വ്യൂസ് ഉണ്ട്. ചുറ്റിനും ശരിക്കും നല്ല ഭയങ്കര കാട് പോലെയാണ്. അപ്പോൾ അതിൻ്റെ നടുവ് കൂടെ കല്ലിട്ട വഴി അടിപൊളി, എന്താ പറയുക, നല്ലൊരു അടിപൊളി ഫീലാണ്. നല്ല രസമുണ്ട്. അതിലൂടെ പോകുമ്പോൾ നല്ല ഇളം വെയിലൊക്കെ ആയിട്ട്. ഇത് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തി. ഫുള്ള് പാറ ഇതൊക്കെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കാണാം അത്രയും സീനായിട്ടുള്ളൊരു പിന്നെ വെള്ളച്ചാട്ടമാണ്. ഇതിലേക്ക് വീണാൽ പോലും ഒരു പൊടി പോലും കിട്ടില്ല. ഈ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്, അത് ഹിസ്റ്ററി പറഞ്ഞു തരികയാണ്. കുറേ പേരുണ്ട്. അടിപൊളി. ഈ വെള്ളം വീഴുന്നത് ഇത് മാത്രമേ കാണൂ, താഴോട്ടെത്തി നമ്മൾ കാണുകയില്ല. അപ്പം അടിപൊളി വ്യൂ ആണ്. പിന്നെന്താ, ഉരക്കുഴി വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും താഴോട്ടേക്ക് കാണുന്നാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ഇതൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം.